Hi friends, welcome back. Samsung ഒരു പുതിയ ഫോൺ ഇറക്കിയിരിക്കുകയാണ്. 6000 mAh ബാറ്ററി ഉണ്ട്. 120 Hz സാംസങ്ങിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. സാംസങ്ങിന്റെ KNOX സെക്യൂരിറ്റി ഉണ്ട്. വാലറ്റ് സംവിധാനങ്ങളുണ്ട്. അതായത് NFC അടക്കമാണ് വരുന്നത്. കാർഡൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. ഫിസിക്കൽ കാർഡ് കൊണ്ടുവന്ന് നടക്കേണ്ട ആവശ്യമില്ല. 10-11 വരുന്ന 5G ബാൻഡ് അടങ്ങുന്ന 5G സെറ്റപ്പ്, പിന്നെ 50 മെഗാപിക്സലിന്റെ OIS സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയും. സോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇത് അടിപൊളി ഫോണാണല്ലോ, കണ്ണും പൂട്ടി വാങ്ങിക്കാലോ സാംസങ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെയിറ്റ്. കാരണം അങ്ങനെ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കുറവുണ്ട്. എന്തൊക്കെയാണ് ആ കുറവുകൾ എന്നുള്ളത് ഞാനിവിടെ പറയാം. സോ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഡീറ്റെയിൽഡ് ആയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണിന്റെ പേര് സാംസങ് ഗാലക്സി M34 5G എന്നാണ്. ഇതിന്റെ ബോക്സ് ഇങ്ങനെയാണ് വന്നത്. ഫോണുണ്ട്, പിന്നെ ഡോക്യുമെന്റേഷൻ, ഒരു ചാർജിങ് കേബിൾ, സിം ടൂൾ, ഇത്രയേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും സാംസങ്ങിന്റെ ബോക്സുകളിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഫോണിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് അവർ പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള ക്യാമറ. ഈ ഒരു പ്രൈസിലും സാംസങ് OIS സപ്പോർട്ട് തരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഉൾപ്പെടുന്നുണ്ട്. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ OISന്റെ ഒപ്പം VDIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. സെൽഫി ക്യാമറയിലേക്ക് നോക്കുമ്പോഴും ഇതിന്റെ ക്യാമറ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു പ്രൈസിന് നമ്മൾ സാംസങ്ങിൽ നിന്ന് 4K എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇവിടെ വരുന്നുമില്ല, ഫുൾ HD ആണ്. ബട്ട് ഉള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് അല്ലേ. ഇനി കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് ഫോട്ടോസ് ഒക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഇമേജുകൾ നമുക്ക് എടുക്കാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ് ഇമേജുകൾ കിട്ടുന്നത്. ഇൻഡോർ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റും എല്ലായിടത്തും ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റ് ഫോട്ടോസ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഫോട്ടോസ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പ്രോ വീഡിയോ മോഡ്, പ്രോ മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന നമുക്ക് മിക്കവാറും ഫോണിൽ കാണാം. പ്രോ വീഡിയോ മോഡ് അവർ ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് എന്ന് പറയാവുന്ന ഫീച്ചേഴ്സാണ്. അതൊക്കെ ഈ ഒരു പ്രൈസിനും അവർ കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പിന്നെ ഇത് കൂടാതെ സാംസങ്ങിന്റെ ഫോണുകളിൽ വരുന്ന പലതരത്തിലുള്ള നല്ല നല്ല ഫീച്ചറുകളും സാംസങ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മോൺസ്റ്റർ ഷോട്ട്, അതായത് ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി. ഇതാ ഈ ഒരു സിംഗിൾ ടേക്ക് എന്നുള്ളതിൽ ഒറ്റ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കും. വീഡിയോസൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ഉണ്ടാവും, നോർമൽ ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പിലുള്ളത് ഒരേ സമയം എടുക്കുന്ന ഒരു സംവിധാനമാണ്. സോ അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഫൺ മോഡ്, അതായത് നമുക്ക് പലതരത്തിലുള്ള ഫണ്ണി ആയതായി ഇവിടെ കാണുന്ന തരത്തിലുള്ള ഇമേജുകൾ എടുക്കാനുള്ള സംവിധാനം. അതിപ്പോൾ മിക്കവാറും എല്ലാ ഫോണിലും ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റ് ഇറേസർ, എന്തെങ്കിലും ഒരു ഫോട്ടോയിൽ അൺവാണ്ടഡ് ആയ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് 2-3 ക്ലിക്ക് കൊണ്ട് അത് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഫോട്ടോ റീമാസ്റ്റർ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഇത്തിരി പഴയതോ ഇത്തിരി ഭംഗി കുറവുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും കൂടി ബൂസ്റ്റ് ചെയ്ത് ഒന്നും കൂടി ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഫോട്ടോ റീമാസ്റ്റർ. സോ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ സെറ്റപ്പാണ്. ഫീച്ചർ റിച്ച് ആണ് എന്ന് പറയാമല്ലേ. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനി ഈ ഒരു ഫോൺ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. സാംസങ് പറയുന്നത് ഇത് സാംസങ്ങിന്റെ S23 അൾട്ര പോലുള്ള ആ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിലൊക്കെ കാണുന്ന തരത്തിലുള്ള ക്യാമറ അലൈൻമെന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാമറ ഹൗസിംഗ് ഒന്നുമില്ല, ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രീമിയം ഡിസൈൻ ആണെന്നാണ് സാംസങ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇത് 6000 mAh ബാറ്ററി ഉള്ള ഫോണാണെന്ന് ഓർക്കണം. എന്നിട്ടും ഇത് സ്ലിമാണ്. 8.8 mm തിക്നെസ്സേ വരുന്നുള്ളൂ, 208 ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഡിസിന്റെ ഫോണാണ്, കയ്യിൽ പിടിക്കാനും കൊണ്ടു നടക്കാനൊക്കെ സൗകര്യമാണ്. ഇത് പല കളറിൽ വരുന്നുണ്ട്. ഒന്ന് വാട്ടർഫാൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറ്, മറ്റൊന്ന് പ്രിസം സിൽവർ ആണ്, പിന്നൊന്ന് മിഡ് നൈറ്റ് ബ്ലൂ. ഇങ്ങനെ 3 കളറിലാണ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമാവുന്നത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഈ ഫോണിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെയാണ് കമ്പനികൾ ഇത്തരം വലിയ ഓഫറിങ്ങൾ നടത്താറുള്ളത്. ബട്ട് ഇത് ഒരു 17-18, എനിക്ക് തോന്നുന്നു 20 രൂപ താഴെ ആ റേഞ്ചിൽ വരുന്ന ഈ ഫോണിലും ഈ ഒരു ഓഫറിംഗ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. അങ്ങനെ പറയുമ്പോൾ 4-5 വർഷമൊക്കെ ഉപയോഗിക്കാനുണ്ടോ, അപ്പോഴേക്കും ടെക്നോളജി ഒക്കെ മാറില്ലെന്ന് ചോദിച്ചാൽ യെസ്. പക്ഷേ ഇന്നും പല ഫോണുകളിലും ഇല്ലാത്ത ഒട്ടനവധി, അതിലേക്ക് ഇനി വരാൻ പോകുന്ന പല ഫീച്ചറുകളും ഇതിൽ ഓൾറെഡി ഉണ്ട്. അതായത് സാംസങ് വാലറ്റ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലുള്ള കാര്യങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. അത് നഷ്ടപ്പെടുന്നുള്ള പേടി വേണ്ട. 1 ടാപ്പ് പേയ്മെന്റ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് NFC അടക്കമാണ് ഈ ഫോൺ വരുന്നത്. പ്ലസ് സാംസങ്ങിന് KNOX സെക്യൂരിറ്റി, ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി, ഹാർഡ്വെയർ തലത്തിൽ നിന്ന് കൂടിയുള്ള സെക്യൂരിറ്റി സംവിധാനവും ഈ ഒരു പ്രൈസിന്റെ ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒരു സാധാരണ യൂസർക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കമാണ് ഈ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ല സെറ്റപ്പാണ്. ഇനി ഇതിന്റെ ബാറ്ററി 2 ദിവസം വരെ നമുക്ക് സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടാവുന്ന കിഡിലൻ 6000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഫുൾ ഉപയോഗിച്ചായിട്ട് നോക്കിയപ്പോൾ 60% ബാറ്ററി വീണ്ടും ബാക്കിയിരിക്കുക. പിറ്റേ ദിവസം ചാർജ് ചെയ്യാതെ ഉപയോഗിച്ച്
നോക്കിയപ്പോഴും വീണ്ടും ഒരു 10-25% ബാറ്ററി ലൈഫ് ബാക്കിയിരിക്കുകയാണ്. അതായത് മിനിമം യൂസ് ഒക്കെ ആണെങ്കിൽ 2 ദിവസം അതിൽ കൂടുതലോ വേണമെങ്കിൽ വരെ കൊണ്ടു നടക്കാവുന്ന തരത്തിലുള്ള കിടിലം ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ ഇതിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 0 to 100% 89 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആക്കുമെന്നാണ് കമ്പനി പറയുന്നത്. 89 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നതിനൊക്കെ സാംസങ് ഇപ്പോഴും ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് അത്ര വിളിക്കുന്നത്. അതെങ്ങനെയുണ്ട്? അതെങ്ങനെയായാലും വേണ്ടില്ല, ബാറ്ററി ലൈഫ് ഒരു തവണ ചാർജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 1 or 2 days സുഖമായിട്ട് ഉപയോഗിക്കാം. 6000 mAh ബാറ്ററി. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Exynos 1280 എന്ന പ്രോസറാണ്. സാംസങ്ങിന്റെ മിഡ് റേഞ്ച് ഫോണുകളൊക്കെ ലേറ്റസ്റ്റ് ഫോണുകളിലടക്കം ഒരുപാട് ഫോണുകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസർ തന്നെയാണ്. നോർമലായിട്ടുള്ളൊരു യൂസ് അത് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതേ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഗെയിം കളിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ചെറുകിട ഗെയിമുകളൊക്കെ കളിക്കാം, എന്താ ഇവിടെ കാണുന്ന പോലെ. അതല്ലാണ്ട് ഹെവി ഗെയിമിംഗ് ഡിവൈസ് അല്ല. നോർമൽ യൂസിന് ഈ പറഞ്ഞ പലതരത്തിലുള്ള ഫീച്ചറുകൾ ഉൾപ്പെടെ നല്ല സ്മൂത്തായ ഒരു നോർമൽ യൂസ് പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. One UI വളരെ സ്മൂത്താണ്, ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല. സോ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും സാംസങ്ങിൽ നിന്ന് കിട്ടും. അത് One UI, ആ UIയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് സാംസങ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 500 നിറ്റ്സിന്റെയാണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ സെൻസർ ബേസ്ഡ് 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്നാലും ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനെ കൊടുത്തുകൊണ്ട് നല്ല സ്ട്രോങ് ആയ ഡിസ്പ്ലേ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. സോ അങ്ങനെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ഡീസൻ്റ് ആയ വൈബ്രന്റ് ആയ വിഷ്വൽ ക്വാളിറ്റി നമുക്കുണ്ട്. മോണോ സ്പീക്കറാണ് വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ഇതിലുള്ളത് സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. സോ സൗണ്ട് ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആണ്. മൊത്തത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നന്നായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഇത്തിരി താഴത്തെ ആ ബോർഡറൊക്കെ നോക്കിയാൽ ഇത്തിരി തടിച്ചതാണ്. ഒരു വലിയൊരു ഭയങ്കര ഒരു പ്രീമിയം ഒരു ഫീൽ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കിട്ടുന്നില്ല. എനിക്കങ്ങനെ തോന്നി. അത് ഒഴിച്ചു നിർത്തിയാൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ കോള്, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. 11 5G ബാൻഡൊക്കെ ഉണ്ട്. ഞാൻ കോളൊക്കെ ധാരാളം ചെയ്ത് നോക്കി, ഓക്കെയാണ്. നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു കാര്യം, 1 ടൈം പാസ്വേഡ്. അതായത് നമ്മൾ ഹോട്ട്സ്പോട്ട് ഇട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നെറ്റ് കൊടുക്കുന്ന നേരത്ത് അതിൻ്റെ പാസ്വേഡ്, നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നീട് പിറ്റേ ദിവസം അവന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായി പോകുന്നത്. എന്നാൽ ഈ 1 ടൈം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ പാസ്വേഡ് ആ ഒരു തവണയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടൈം നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് പുതിയ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. പഴയ പാസ്വേഡ് വർക്ക് ചെയ്യില്ല. നല്ല പരിപാടിയാണ്. പിന്നെ ഡാറ്റ ഡാഷ്ബോർഡൊക്കെ കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഡാറ്റ യൂസേജിൻ്റെ കാര്യങ്ങൾ, ലിമിറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡാറ്റ ലിമിറ്റൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഡാറ്റ ഡാഷ്ബോർഡ് എന്ന് പറയാം. മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ 3.5mm ജാക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ കണ്ടോ, താഴത്തെ പോർട്സ് ആൻഡ് ബട്ടൺസിൽ 3.5mm ജാക്ക് ഉണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. വോളിയം ബട്ടണുകളും കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. പിന്നെ സാംസങ് ചില പ്രകൃതി സ്നേഹങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു സ്നേഹമാണ് നമ്മൾ കണ്ടത്, ചാർജർ എടുത്ത് കളഞ്ഞത്. മറ്റൊന്ന് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. സിം ട്രേ അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ റീസൈക്കിൾഡ് പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രകൃതി സ്നേഹത്തിന്റെ ഭാഗത്ത് അവർ കാഴ്ചവെക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ബ്ലൂടൂത്ത് 5.3 തന്നെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും പുതിയൊരു സാംസങ് ഫോൺ വേണം, അതിൽ ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ഫീച്ചർ വിത്ത് 6000 mAh ബാറ്ററി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ കിട്ടാവുന്ന ലേറ്റസ്റ്റ് സാംസങ് ഫോൺ, ഗാലക്സി M34. ഇതിന്റെ പ്രൈസ് 6GB റാം 128GB സ്റ്റോറേജിന് 19,999 ആണ്. എന്നാൽ 2000 രൂപയുടെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1000 രൂപയുടെ വൗച്ചറും ഉണ്ട്. സോ മൊത്തത്തിൽ 17000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് 6GB റാം 128GB സ്റ്റോറേജ് കിട്ടും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.